ഹായ് ഡിയേഴ്സ്, ഇന്നത്തേതൊരു 8 വയസ്സുകാരൻ്റെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, ലാസ്റ്റ് വീക്കായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു, നാട്ടിൽ നിന്ന് എത്താത്തത് കൊണ്ട് ആ ഒരു ബർത്ത്ഡേ പാർട്ടി പിറ്റേ ആഴ്ചത്തേക്ക് മാറ്റി വെച്ചു. എന്തായാലേ ഇത്രയും സ്നേഹമുള്ള കസ്റ്റമേഴ്സൊക്കെ അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് ഒരു കിറ്റ് കാറ്റ് ഫ്ലേവറിൽ ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിരിക്കുകയാണ്. അതും 1 kg ആയിരുന്നു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. 7 ഇഞ്ചിൻ്റെ പാൻ്റെ 2 പ്രാവശ്യമായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തു. ഇനി അവിടെ കേക്കൊക്കെ ഒന്ന് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമിൻ്റെ കുറച്ച് ഇതും കൂടി ആയിട്ട് എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് വെറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷയും കിറ്റ് കാറ്റ് ചോക്ലേറ്റ് ഒന്ന് പൊടിച്ചതും പിന്നെ കുറച്ച് നട്ട്സുമാണ്. നട്ട്സായിട്ട് എടുത്തിരിക്കുന്നത് ബദാമാണ്. അതും ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഫില്ലിങ് കൊടുക്കുന്നത്. 8 വയസ്സുള്ള ആൾക്കാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതൊരു തീം കേക്ക് തന്നെയാണ്. അപ്പം ഇത് ഞാനിതുവരെ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്തൊരു തീമായിരുന്നു. പറഞ്ഞപ്പോൾ പേര് പോലും എനിക്ക് ഇന്നേ വരെ കേട്ടിട്ടില്ല. പിന്നെ ഗൂഗിളിൽ അവർ തന്നെ പറഞ്ഞു, കസ്റ്റമർ തന്നെ എന്നോട് പറഞ്ഞു ഇതൊരു പുതിയതാണ്, അങ്ങനെ അധികം കേൾക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഗൂഗിളിൽ നോക്കി, എന്നിട്ട് ഞാൻ സെയിം പിക്ചർ എടുത്ത് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഓക്കെ ഇത് തന്നെയാണെന്ന് പറഞ്ഞു. പേര് ടൈറ്റൻ ക്യാമറമാൻ എന്നാണ് ഈ തീമിൻ്റെ പേര്. അപ്പം അതൊരു എഡിബിൾ ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് വെക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാനിവിടെ കേക്ക് ഇവിടെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം കേക്കിൻ്റെ ക്രംസാണ് നിങ്ങൾ വിചാരിക്കരുത്, ചോക്ലേറ്റ് ഗനാഷയാണേ. അതിൻ്റെ ഇതാണ് മുകളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പറ്റിയിരിക്കുന്നത് കേട്ടോ. കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് നീറ്റായിട്ട് വീണ്ടും നല്ല രീതിക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ തന്നെ കേക്ക് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കേക്കിൻ്റെ റെഫറൻസ് പിക്ക് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ അലുക്കുലത്തെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു എഡിബിൾ പ്രിൻറ്റ് വെക്കണം, പിന്നെ ഒരു കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളറ് ഗ്രേ കളറായിരുന്നു. ഞാനിവിടെ ഗ്രേ കളറിന് വേണ്ടിയിട്ട് ഷെഫ് മാസ്റ്ററിൻ്റെ ബ്ലാക്ക് കളറാണ്, കോറൽ ബ്ലാക്ക് എന്ന് പറയുന്ന കളർ 1 ഡ്രോപ്പ് ക്രീമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ടാണ് ഈ കളർ ചെയ്തെടുത്തത്. ചില കേക്കുകൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കാറുണ്ട്. ചിലത് പക്ഷേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിയാലും പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. പക്ഷേ ഇന്നത്തെ ഈ കേക്കിന് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിവിടെ ഐസിങ് ചെയ്ത് കഴിഞ്ഞു. ഐസിങ് ചെയ്തതിന് ശേഷം ഞാനൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ആ ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു ലൈൻ വീഴുന്ന രീതിയിലുള്ള ഡിസൈനും കൊടുത്തു. എന്നിട്ട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പ്രിൻ്റ് എടുക്കുന്നത് ദുബൈയിൽ നിന്നാണ് എടുക്കുന്നത്. ദുബൈയിലെ കിസൈസിൽ നിന്ന് ബേക്കേഴ്സ് കോർണർ എന്ന ഷോപ്പിൽ നിന്നാണ് സാധാരണ പ്രിൻ്റ് എടുക്കാറ്. നിർഭാഗ്യവശാൽ അവിടുത്തെ പ്രിൻ്ററിന് കംപ്ലയിൻ്റ് ആയിരുന്നു. പിന്നെ ടോപ്ലേറ്റിൻ്റെ 2-3 വിപ്പിംഗ് ക്രീമും എടുത്തിട്ട് അവിടെ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് വന്നു. അത് ഷാർജയിൽ തന്നെയാണ്, ഗ്രീൻസ് എന്ന് പറയുന്ന ഷോപ്പിൽ. അങ്ങനെ അവിടെ വന്നിട്ടാണ് പിന്നെ പ്രിൻ്റ് എടുത്തത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പ്രിൻ്റ് എടുത്ത് കിട്ടും. പിന്നെ അവിടെ കിസൈസ് വരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അവിടെ നിന്നാണ് എല്ലാ സാധനവും എടുക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ പോയത്. അങ്ങനെ അവിടെ നിന്ന് പ്രിൻ്റും എടുത്തു. അപ്പോഴത്തേക്കാണ് കുറച്ച് ഫോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അങ്ങനെ അതുമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് ഈ പ്രിൻ്റ് ഞാൻ കേക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പ്രിൻ്റ് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കട്ട് ചെയ്ത് വാങ്ങിയല്ല, ഹസ്ബൻഡ് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പീൽ ചെയ്ത് മാറ്റിയിട്ട് അതെടുത്ത് വെച്ച് കൊടുക്കുകയാണേ. കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ടൈം ഈവനിങ് ഒരു 6:30 ആകുമ്പോഴത്തേക്കും കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 5:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കേക്കിൻ്റെ ബാക്കി പണി, അതായത് നമ്മുടെ ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ 8 എന്നുള്ള നമ്പരും ഇത് സെയിം പ്രിൻറ്റിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി വെച്ച് കൊടുത്തു. പിന്നെ ഒരു കേക്കിൻ്റെ ബോർഡറായിട്ട് പൈപ്പിംഗ് കൂടി ചെയ്ത് കൊടുത്തു. ഒരു ഓപ്പൺ ഷെൽ നോസിൽ വെച്ചിട്ടാണ് മുകളിലും താഴെയും കേക്കിൻ്റെ സൈഡിലിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ പൈപ്പിംഗ് കൂടി ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റമർ തന്ന അതേ റെഫറൻസ് പിക്കിൻ്റെ സെയിം കേക്ക് തന്നെ ആയി. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. അത് മാത്രമല്ല പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കേക്കുകൾ എടുക്കുമ്പോൾ നമ്മളായിരിക്കും ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന്, അതിനെന്തെങ്കിലും ഒരു പണി കിട്ടാറുണ്ട്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഞാനിവിടെ നെയിമും കൂടി ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കേക്ക് ബോർഡിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് എനിക്ക് ഷാർജയിൽ അൽമജാസിലായിരുന്നു. അങ്ങനെ ഞാനവിടെ കൊണ്ടു കൊടുത്തു. കസ്റ്റമർ സ്ഥിരം നമ്മുടെ കസ്റ്റമർ ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം മക്കളുമായിട്ടൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഷാർജ സഹിയ സിറ്റി സെൻറ്ററിലേക്കൊന്ന് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും മക്കൾക്ക് ബബിൾ ടീ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കുടിച്ചു. കുറച്ചൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കറങ്ങി. അവിടെ പിന്നെ കുറച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങളും ഷോപ്പിലും ഒക്കെ ആയിട്ടൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം എല്ലാവർക്കും വിശന്നു. അപ്പോഴത്തേക്ക് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചിക്കിങ്ങിൽ കയറി ഫുഡ് കഴിച്ചു.
അങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം സബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.